ലോക്കൽ ആൻഡ് ടെക്നിക്കൽ എസ് ഇ ഒ 4 തരത്തിലുണ്ട്. ഓൺ പേജ് എസ് ഓഫ് പേജ് എസ് ലോക്കൽ ആൻഡ് ടെക്നിക്കൽ എസ് ലോക്കൽ എസ് ലോക്കൽ എസ് എന്താ പറയുന്നത്? ലൊക്കേഷൻ ബേസ്ഡ് സെർച്ചസ് ആയിരിക്കും ഇവിടെ ഉള്ളത്. അതായത് ലൊക്കേഷൻ ആയിരിക്കും ഫുള്ളി ഈ ലോക്കൽ എസ് റിലേറ്റ് ചെയ്യുന്നത്. നിയർ ബൈ കസ്റ്റമേഴ്സിനെ ആയിരിക്കും കൂടുതലും നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇതിന്റെ ഇമ്പോർട്ടൻസ് ആണ് അടുത്ത നോക്കുന്നത്. ലോക്കൽ സെർച്ച് റിസൾട്ട്സിന് വിസിബിലിറ്റി ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ ലോക്കൽ എസ് യൂസ് ചെയ്തിട്ട് മോർ പീപ്പിൾസിനെ നമ്മുടെ ഷോപ്പ് അല്ലെങ്കിൽ ഓഫീസിലേക്ക് കൂട്ടാൻ വേണ്ടി നമുക്ക് സഹായിക്കും. പോസിറ്റീവ് കസ്റ്റമർ റിവ്യൂ വെച്ചിട്ട് ട്രസ്റ്റ് ബിൽഡ് ചെയ്യാൻ നമുക്ക് സഹായിക്കും. ഇത്രയുമാണ് ലോക്കൽ എസ് ഇമ്പോർട്ടൻസിൽ പറയുന്നത്. ലോക്കൽ എസ് എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി ലൊക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള സെർച്ചസ് ആയിരിക്കും ഇവിടെ വരുന്നത്. അതുപോലെ തന്നെ ഫോക്കസ് ചെയ്യുന്ന കൂടുതലും നിയർ ബൈ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ ആയിരിക്കും. അടുത്തത് ഇതിന്റെ കീ എലമെന്റ്സ് ആണ് പറയുന്നത്. ഫസ്റ്റ് വൺ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ GBP. ഇതിൽ നമ്മുടെ ഒരു ബിസിനസിന്റെ പ്രൊഫൈൽ ഗൂഗിൾ ക്രിയേറ്റ് ചെയ്യും. അതാണ് ഇവിടെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിൽ. ലോക്കൽ കീവേഡ്സ് SEOയിലെ കീവേഡ്സിന് നല്ല ഇമ്പോർട്ടൻസ് ആണുള്ളത്. ലോക്കൽ SEO കീവേഡ്സ് ടാർഗറ്റ് ചെയ്യുന്ന എപ്പോഴും സിറ്റി, ഏരിയ ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതാണ് ലോക്കൽ കീവേഡ്സിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ റിവ്യൂസ് ആൻഡ് റേറ്റിംഗ്സ്. റിവ്യൂസ് ആൻഡ് റേറ്റിംഗ്സിൽ ആളുകളുടെ കമന്റ്സ്, റിവ്യൂസ് ആണുള്ളത്. അതുപോലെ തന്നെ ഹൈ റിവ്യൂസ്, റേറ്റിംഗ് ഒക്കെ കൂടുതൽ ആളുകളെ വെബ്സൈറ്റിലേക്ക് അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ NAP കൺസിസ്റ്റൻസി. NAP എന്ന് പറയുമ്പോഴത്തേക്ക് നെയിം, അഡ്രസ്സ്, ഫോൺ. അതിൻ്റെ ഒരു ഷോർട്ട് ഫോം ആണ് NAP എന്ന് ഉദ്ദേശിച്ചേക്കുന്നത്. ഇതിൽ പറയുന്നത് നമ്മുടെ ബിസിനസിന്റെ നെയിമും അഡ്രസ്സും ഫോൺ നമ്പറും അതൊക്കെ എല്ലായിടത്തും സെയിം ആയിരിക്കണം. ഇപ്പം നമുക്ക് ഗൂഗിളിൽ, ഫേസ്ബുക്കിൽ, വെബ്സൈറ്റിൽ, അതുപോലെ തന്നെ ഡയറക്ടറീസ് ഇതിലൊക്കെയും നെയിമും അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം സെയിം ആയിട്ടായിരിക്കും നമ്മൾ കൊടുക്കേണ്ടത്. അത് നമുക്ക് SEOനെ ബെറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ ലോക്കൽ സൈറ്റേഷൻസ് ആൻഡ് ഡയറക്ടറീസ്. ഇത് നമ്മുടെ വെബ്സൈറ്റിനെ മറ്റ് ട്രസ്റ്റഡ് ആയിട്ടുള്ള സൈറ്റ്സിനെ മെൻഷൻ ചെയ്യുന്നതാണ്. അതായത് യെല്ലോ പേജസ്, ജസ്റ്റ് ഡയൽ, സുലേഖ ഇതുപോലുള്ള വേറെ വെബ്സൈറ്റിലേക്ക് നമ്മുടെ പേജസിനെ മെൻഷൻ ചെയ്യുന്നു. ഇത് ഗൂഗിളിന് നമ്മുടെ വെബ്സൈറ്റിനെ കൂടുതൽ ട്രസ്റ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഗൂഗിൾ മാപ്സ് ഒപ്റ്റിമൈസേഷൻ. ഗൂഗിൾ മാപ്പിലുള്ള നമ്മുടെ ബിസിനസ് പ്രൊഫൈല് ശരിയായിട്ട് സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ആഡിങ് ഫോട്ടോസ്, സർവീസസ്, വർക്കിംഗ് അവേഴ്സ്, ഗൂഗിൾ റിവ്യൂസ് ഇവയൊക്കെ ചേർക്കുമ്പോൾ കൂടുതൽ ആൾക്കാർ നമ്മുടെ വെബ്സൈറ്റിലേക്ക് കണ്ടുപിടിക്കാൻ ഹെൽപ്പ് ചെയ്യും. ഇത്രയുമാണ് നമ്മുടെ കീ എലമെന്റ്സ് ഓഫ് ലോക്കൽ SEO. നെക്സ്റ്റ് വണ് ലോക്കൽ SEO യൂസ് ചെയ്യുന്ന കുറച്ച് ടൂൾസ് ആണ് നമ്മളിവിടെ പരിചയപ്പെടാൻ വേണ്ടി പോകുന്നത്. ഫസ്റ്റ് വൺ നമ്മൾ മുമ്പേ ജസ്റ്റ് നോക്കിയ പോലെ തന്നെ ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ, അതായത് GBP. ഇത് ഗൂഗിളിന്റെ ഒരു ഫ്രീ ടൂളാണ്. നിങ്ങളുടെ ബിസിനസ്സിനെ ഗൂഗിൾ സെർച്ചിലും അതുപോലെ തന്നെ ഗൂഗിൾ മാപ്പിലും എങ്ങനെയാണ് ഡിസ്പ്ലേ ചെയ്യുന്നത് അതുപോലെ തന്നെ മാനേജ് ചെയ്യുക എന്നൊക്കെയാണ് ഗൂഗിൾ ബിസിനസ് പ്രൊഫൈലിൽ നമ്മൾ പറയുന്നത്. ഒരു പ്രൊഫൈൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്, എന്നിട്ട് നമുക്ക് എങ്ങനെ ഇതിനെയൊക്കെ മാനേജ് ചെയ്യാം, ഡിസ്പ്ലേ ചെയ്യാം എന്നതാണ് ഇതിൽ പറയുന്നത്. നെക്സ്റ്റ് വൺ മോസ്റ്റ് ലോക്കൽ. മോസ്റ്റ് ലോക്കൽ മൾട്ടിപ്പിൾ വെബ്സൈറ്റ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഡയറക്ടറീസിൽ നമ്മുടെ ബിസിനസ്സിനെ, ലിസ്റ്റിനെ മാനേജ് ചെയ്യുന്നു. ഇൻഫർമേഷൻസ് ഒക്കെ കൺസിസ്റ്റ് ആയിട്ടായിരിക്കും ഇതിനകത്ത് കീപ്പ് ചെയ്യുന്നത്. ഇതാണ് മോസ്റ്റ് ലോക്കലിൽ പറയുന്നത്. ബ്രൈറ്റ് ലോക്കൽ. ലോക്കൽ SEO പെർഫോമൻസ് ട്രാക്ക് ചെയ്യാനുള്ള ഒരു ടൂളാണ് ബ്രൈറ്റ് ലോക്കൽ എന്ന് പറയുന്നത്. ഗൂഗിളിൽ നിങ്ങളുടെ എവിടെയാണോ റാങ്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ റിവ്യൂസ്, ലിസ്റ്റ് എന്നിവയെല്ലാം നമുക്ക് ഒന്ന് സെർച്ച് ചെയ്യാൻ അല്ലെങ്കിൽ ഒന്ന് നിരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ബ്രൈറ്റ് ലോക്കലിൽ പറ്റും. ഇത്രയുമാണ് നമ്മൾ ലോക്കൽ SEOയിൽ യൂസ് ചെയ്യുന്ന ടൂൾസ്. ഗൂഗിൾ ബിസിനസ് പ്രൊഫൈൽ, മോസ്റ്റ് ലോക്കൽ, അതുപോലെ തന്നെ ബ്രൈറ്റ് ലോക്കൽ. നമ്മൾ ഇത്രയും നേരം നോക്കിയത് ലോക്കൽ SEO ആണ്. നെക്സ്റ്റ് ടെക്നിക്കൽ SEO. ടെക്നിക്കൽ SEO എന്നത് വെബ്സൈറ്റിന്റെ സ്ട്രക്ചർ അതുപോലെ തന്നെ ബാക്ക് എൻഡിനെ ഇംപ്രൂവ് ചെയ്യിപ്പിക്കുന്ന ഒരു SEO ആണ് ടെക്നിക്കൽ SEO. തന്നെ വൈ ഇറ്റ്സ് ഇമ്പോർട്ടൻറ്റ്. സെർച്ച് എഞ്ചിൻ വെബ്സൈറ്റിനെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യും.
യൂസേഴ്സിന് ഫാസ്റ്റ് അതുപോലെ തന്നെ സേഫ് ആയിട്ടുള്ള വെബ്സൈറ്റ് കിട്ടാൻ, അതുപോലെ തന്നെ റാങ്കിങ് ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടാനൊക്കെ നമുക്ക് ടെക്നിക്കൽ SEO ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ് ഇമ്പോർട്ടൻസ് ഓഫ് ടെക്നിക്കൽ SEO. ടെക്നിക്കൽ SEO നമ്മുടെ വെബ്സൈറ്റിനെ ബെറ്റർ ആക്കും. എന്തിനു വേണ്ടിയിട്ട്? യൂസേഴ്സിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ സെർച്ച് എഞ്ചിൻസിന് വേണ്ടിയിട്ടും. നമ്മുടെ സൈറ്റ് ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സെർച്ച് എഞ്ചിൻസിന് ഈസി ആയിട്ട് റീഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ടെക്നിക്കൽ SEO. അതുകൊണ്ട് സെർച്ച് എഞ്ചിൻസിന് മനസ്സിലാക്കുകയും അതുപോലെ തന്നെ നമ്മുടെ കണ്ടന്റ് സെർച്ച് റിസൾട്ടിൽ ഷോ ചെയ്യുകയും ചെയ്യും. യൂസർ എക്സ്പീരിയൻസ് ഇംപ്രൂവ് ചെയ്യുകയും സൈറ്റ് റാങ്ക് ഹയർ ആക്കാനും ഇത് ഹെൽപ്പ് ചെയ്യും. സ്മൂത്തും ഫാസ്റ്റായിട്ടുമുള്ളതുമായ സൈറ്റ്സ് വിസിറ്റേഴ്സിനെ ഹാപ്പി ആയിട്ട് വെക്കും. അതുപോലെ തന്നെ റാങ്കിങ്ങിനുള്ള ചാൻസസും ഹൈ ആയിരിക്കും. സെർച്ച് എഞ്ചിൻസിനെ ക്രോള് ഇൻഡെക്സ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ടെക്നിക്കൽ SEO എന്ന് പറയുന്നത്. ഇതിൽ പറയുന്നത് സെർച്ച് എഞ്ചിൻസിന് എല്ലാ പേജസും ഫൈൻഡ് ചെയ്യാനും അതുപോലെ തന്നെ അവ ഡാറ്റാബേസിൽ ആഡ് ചെയ്യാനും ടെക്നിക്കൽ SEO വഴി സഹായിക്കുന്നു. മേക്ക് യുവർ സൈറ്റ് മൊബൈൽ ഫ്രണ്ട്ലി. കമ്പ്യൂട്ടർ മാത്രമല്ല ഫോൺസ് ടാബ്ലറ്റ്സ് ഒക്കെ നമ്മുടെ സൈറ്റിനെ വർക്ക് ചെയ്യുന്നു എന്നുള്ളത് ചെക്ക് ചെയ്യണം. ലാസ്റ്റ് വൺ പറയുന്നത് ഇംപ്രൂവ് വെബ്സൈറ്റ് സ്പീഡ് ആൻഡ് പെർഫോമൻസ്. ഫാസ്റ്റ് ആയിട്ടുള്ള ലോഡ് ചെയ്യുന്ന പേജസ് ആണ് യൂസേഴ്സിന് ഏറ്റവും കൂടുതൽ ഇഷ്ടവും ഏറ്റവും കൂടുതൽ നമ്മൾ വിസിറ്റ് ചെയ്യുന്നതും അങ്ങനെ ലോഡിംഗ് സ്പീഡ് ഒക്കെ ഫാസ്റ്റ് ആയിട്ടുള്ള പേജസ് ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ടെക്നിക്കൽ SEO എസെൻഷ്യൽ. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ട ഒരു മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് പാർട്ടാണ് ടെക്നിക്കൽ SEO. ക്രോളബിലിറ്റി ആൻഡ് ഇൻഡെക്സിങ്. ഗൂഗിളിന് നമ്മുടെ പേജസ് ഫൈൻഡ് ചെയ്യാനും അതുപോലെ തന്നെ ഇൻഡെക്സ് ചെയ്യാനും കഴിയണം. ഗൂഗിൾ സെർച്ച് കൺസോൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെക്ക് ചെയ്യുന്നത്. ഗൂഗിൾ സെർച്ച് കൺസോൾ ടൂളാണ് നമ്മൾ നോക്കിയിട്ടുള്ളതാണ്. അത് വെച്ചിട്ടാണ് നമ്മൾ പ്രോബ്ലംസിനെ ചെക്ക് ചെയ്യുന്നത്. സൈറ്റ് മാപ്പ്, അതായത് നമ്മുടെ വെബ്സൈറ്റിന്റെ സൈറ്റ് മാപ്പ് നമ്മൾ കൊടുക്കുന്നത് കൊണ്ട് ഗൂഗിളിന് എല്ലാ പേജസും ഫൈൻഡ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. കോർ വെബ് വൈറ്റൽസ്. ഇതിൽ പറയുന്നത് ലോഡിംഗ് സ്പീഡ്, മൊബൈൽ ഫ്രണ്ട്ലിനെസ്, വിഷ്വൽ സ്റ്റെബിലിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇതൊക്കെ ഇമ്പോർട്ടൻറ്റ് യൂസർ എക്സ്പീരിയൻസ് സിഗ്നൽസ് ആണ്. അത് സെർച്ച് റാങ്കിങ്ങിനെ അഫക്റ്റ് ചെയ്യും. സ്ട്രക്ചേർഡ് ഡാറ്റ. സ്കീമ മാർക്കപ്പ് കോഡ് യൂസ് ചെയ്തിട്ടാണ് കണ്ടന്റ് മീനിങ് സെർച്ച് എഞ്ചിൻ മനസ്സിലാക്കുന്നത്. ഇതിലൂടെ റിച്ച് റിസൾട്ട് ഗൂഗിളിന് കണ്ടെത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. ഇത്രയുമാണ് ടെക്നിക്കൽ SEO എസെൻഷ്യൽസിൽ നമ്മൾ പറയുന്നത്. ഓവറോൾ കൺക്ലൂഷനിൽ പറയുന്നത് ലോക്കൽ SEO നിയർ ബൈ ആയിട്ടുള്ള കസ്റ്റമേഴ്സിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ടെക്നിക്കൽ SEO നമ്മുടെ വെബ്സൈറ്റിനെ ആക്സസ് ഈസി ആക്കാനും അതുപോലെ സെർച്ച് എഞ്ചിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇത് രണ്ടും, അതായത് ലോക്കൽ SEOയും ടെക്നിക്കൽ SEOയും ബിസിനസ്സിനെ ഓൺലൈൻ വിസിബിൾ ആക്കാനും അതുപോലെ തന്നെ മോസ്റ്റ് വിസിറ്റേഴ്സിനെ നമ്മുടെ സൈറ്റിലേക്ക് അട്രാക്ട് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. ഇത്രയുമാണ് ലോക്കൽ ആൻഡ് ടെക്നിക്കൽ SEOയിൽ പറയുന്നത്.